നമസ്കാരം. തിരുവനന്തപുരം ആര് ഭരിച്ചാലും, കോർപ്പറേഷൻ ആര് ഭരിച്ചാലും ആറ്റുകാൽ പൊങ്കാല എന്നത് ഒരു വലിയൊരു കീറാമുട്ടിയാണ് പലപ്പോഴും. അത് ഭരണപരമായിട്ടുള്ള നിയന്ത്രണപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പൊങ്കാല ഒരു കീറാമുട്ടിയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ നടത്തിപ്പ് അത് സുഗമമായി നടത്തിക്കുന്നത് മുതൽ അവസാനം പൊങ്കാലയ്ക്ക് ശേഷം ആ ഭാഗം ക്ലീൻ ആക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. പ്രത്യേകിച്ച് അവിടെ എത്തുന്ന വാഹനങ്ങൾ അത് കൃത്യമായി ബുദ്ധിമുട്ടില്ലാതെ പാർക്ക് ചെയ്യുക. അതുപോലെ അതുപോലെ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന അനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക. അതല്ലെങ്കിൽ പരിസരത്ത് വീടുകളായാലും എന്തായാലും കോർപ്പറേഷന്റെ സൗകര്യങ്ങളായാലും അതൊക്കെ ഒരുക്കുക. പിന്നെ ഗതാഗത തടസ്സം ഉണ്ടാകാത്ത വിധത്തിൽ നഗരത്തിൽ താമസിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിലുള്ള സഞ്ചാര സൗകര്യങ്ങൾ ഒരുക്കുക. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതൊക്കെ കൃത്യമായി നടപ്പിലാക്കുക എന്നത് പലപ്പോഴും വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഓരോ ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോഴും എല്ലാവരും അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വന്നിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഭരണസമിതിയും മേയർ ആര്യ രാജേന്ദ്രനും അത് സുഗമമായി തന്നെ നടത്തിയതിനു ശേഷം അതിന്റെ ഒരു ക്രെഡിറ്റ് പൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. അത് അങ്ങനെയാണ്, കാരണം അത്രത്തോളം ജനമൊഴുക്കാണ്. അത് സുഗമമായി നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. എന്നാൽ ഇത്തവണ ആ പൊങ്കാലയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ CPM-ന്റെ അണ്ടറിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ഇത്തവണ ഭരണം മാറി അത് BJP-യുടെ കയ്യിലെത്തി. അതുകൊണ്ട് തന്നെ അത് അട്ടിമറിക്കാനുള്ള ശ്രമം നാനാ വഴിക്കുമുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് നല്ലൊരു ഭരണം ഉണ്ടാകണമെന്നും ആ നല്ല ഭരണം ജനങ്ങൾക്ക് ഉപകാരമാകണമെന്നും ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി ഭരിക്കണമെന്നും ഉള്ളത് എല്ലാവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. പക്ഷെ തങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഏത് വിധേനയും മുടക്കുകൾ ഉണ്ടാക്കി എന്തും കുത്തിപ്പൊളിച്ച് എന്തും നശിപ്പിച്ച് തങ്ങളുടെ എതിരാളികൾ അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്നവർ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഏത് വിധേനയുള്ള കുത്തിത്തിരിപ്പും ഏത് വിധേനയുള്ള ജനദ്രോഹ പരിപാടികളും എന്ത് നാശം വരുത്തലും ചെയ്യും എന്നുള്ള വാശിയിലാണ് മിക്കവാറും മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. CPM ഇവിടെ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അതിനുവേണ്ടി ആദ്യം ചെയ്തത് പൊങ്കാല ദിവസങ്ങളിൽ വെള്ളം മുടക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നേരത്തെ കൂട്ടി പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു മേയർ VV രാജേഷ്. അടുത്ത സെക്കൻഡിൽ തന്നെ വെള്ളം എത്തിച്ചുകൊണ്ട് സ്വകാര്യ ടാങ്കറുകളൊക്കെ എടുത്തുകൊണ്ട് കൃത്യമായി വെള്ളം എത്തിച്ചുകൊണ്ട് അത് ആ പ്രശ്നം അവസാനിപ്പിച്ചു. പിന്നീടുള്ള ഒരു വലിയ ഒരു വിഷയമാണ് ക്ലീനിങ്, പൊങ്കാല കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്, വൃത്തിയാക്കൽ. ആ വൃത്തിയാക്കുന്ന പരിപാടി നേരെ നടക്കുമെന്ന് ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചല്ല, കുളമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം CPM ആണ് ഉദ്യോഗസ്ഥ തലങ്ങളിലും മറ്റ് ജോലിക്കാരിലും ഒക്കെ ഏറ്റവും കൂടുതൽ. സംഘടനാ ബലം കൊണ്ടും അവരാണ്. മുകളിൽ നിന്ന് ഏമാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെല്ലപ്പോക്ക് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അലങ്കോലപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ മേയർ VV രാജേഷിന്റെ തുടക്കം മുതലുള്ള കയറിയ സമയം മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ആരുമായിട്ടും ചലഞ്ച് ചെയ്യുന്നത് കൊണ്ടല്ല. അവരവരുടെ പണിയെടുക്കണം, പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു സൂചന കൊടുത്തുകൊണ്ട് ആരുമായിട്ടും തല്ലോ കാര്യങ്ങളോ എടുക്കാതെ കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ഇവിടെയും ഒരു മെല്ലപ്പോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ വേഗം ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പണിയാണത്. അത് അത്രത്തോളം മാലിന്യം വന്നു കൂടുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ അത് അതിവേഗം നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യത്തിന് ആൾക്കാരെ അവിടെ നിയമിച്ചിരുന്നു എന്നാണ്. നിലവിലുള്ള കോർപ്പറേഷൻ തൊഴിലാളികൾ മാത്രമല്ല, അവരെന്തായാലും കുളമാക്കുന്ന VV രാജേഷിന് അറിയാം. അതിന് പുറമെ തൊഴിലുറപ്പുകാരും മറ്റുള്ളവരും എല്ലാവരും ചേർന്നിട്ട് ഒരു വലിയൊരു പട തന്നെ അവിടെ തയ്യാറായി നിന്നിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അധിക വരുമാനമാണത് അത് തയ്യാറാക്കി വെച്ചു എന്നുള്ളത്. അത് മാത്രമല്ല, ഇനി അതും തികയാതെ വന്നാൽ ഉദ്യോഗസ്ഥരോ മറ്റാരെങ്കിലും ഒക്കെ അതിന് എന്തെങ്കിലും ഇടങ്കോലിടുകയോ അല്ലെങ്കിൽ യഥാസമയം നടക്കാതെ വരികയോ ചെയ്താൽ അതിനുവേണ്ടി സേവാഭാരതിയെ തയ്യാറാക്കി വെച്ചിരുന്നു. ഏത് സമയം വേണമെങ്കിലും അതിനൊക്കെ ഇറങ്ങാൻ വേണ്ടിയുള്ള സേവാഭാരതി പ്രവർത്തകർ സന്നദ്ധമായി തയ്യാറായി നിന്നിരുന്നു എന്നാണ്. അവരുടെ വാളണ്ടിയേഴ്സ് നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തങ്ങളുടെ ഇടപെടലുകൾ ആവശ്യമുണ്ടോ എന്ന് മോണിറ്ററിംഗ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നിമിഷങ്ങൾ കൊണ്ട് അവിടെ കാര്യങ്ങൾക്ക് തീരുമാനമായി. മണിക്കൂറുകൾക്കകം നഗരം വൃത്തിയായി. അതിനുശേഷം നഗരത്തിൽ ഒരു കൃത്രിമ മഴയും പെയ്യിച്ച്, എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഒരു മഴ പെയ്താൽ അത് ഐശ്വര്യമാണ് എന്നാണല്ലോ പറയാറ്. അപ്പോൾ പൊങ്കാല ഐശ്വര്യമായി തന്നെ അത് അവസാനിച്ചു എന്ന് പ്രതീകമായിട്ട് ഒരു കൃത്രിമ മഴയും ഒക്കെ പെയ്യിച്ച് അതങ്ങോട്ട് അവസാനിപ്പിച്ചു. എന്നാൽ ഇതിനിടയിൽ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നു. കാരണം ഇത്രയും കാലം ആറ്റുകാൽ പൊങ്കാല നടത്തിയിരുന്നപ്പോൾ ആരൊക്കെയാണ് കൊള്ള നടത്തിയിരുന്നത്, എങ്ങനെയൊക്കെയാണ് കൊള്ള നടത്തിയിരുന്നത് എന്നത് ചില ദൃശ്യങ്ങൾ പുറത്തു വരികയും ചിലത് അത് വീഡിയോയായി തന്നെ ചിലർ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് മേയർ VV രാജേഷിന്റെ പവർ എന്താണെന്ന് മനസ്സിലായത്. അദ്ദേഹം വലിയ കൊള്ള, ജനങ്ങളെ കൊള്ളയടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 100 കണക്കിന് രൂപ, ഒരു കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ 400 രൂപ, അങ്ങനെ തോന്നിയതുപോലെ
അനധികൃത പാർക്കിംഗ് ഏരിയകൾ ഉണ്ടാക്കി കോർപ്പറേഷൻ ഭാഗം സ്ഥലം പോലും വെട്ടിവെടുപ്പാക്കി കോർപ്പറേഷന്റെ സ്കൂളിലടക്കം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് രസീത് കുറ്റിയടിച്ച് പിരിക്കുന്ന ഒരു പരിപാടി കോർപ്പറേഷൻ അറിഞ്ഞിട്ടില്ല, പിന്നെ സ്കൂളിൻ്റെതുണ്ട്, PTA കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. അതുപോലെ കോർപ്പറേഷന്റെ വക മറ്റ് സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളൊന്നും ആരും അറിയാതെ തന്നെ അത് ചിലരൊക്കെ രസീത് കുറ്റിയടിച്ചങ്ങോട്ട് പിരിക്കുകയാണ്. അതായത് CPM ഭരണസമിതി കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതേ കൊള്ള നടന്നിരുന്നു. അതായത് അവിടെ പൊങ്കാലയ്ക്ക് വരുന്ന ആൾക്കാരിൽ നിന്ന് വലിയ പാർക്കിംഗ് ഫീസ്, ഒരു മര്യാദ വേണ്ടേ, ഒരു മയം വേണ്ടേ, അഥവാ വാങ്ങാം. ഇനി എന്തെങ്കിലും സ്കൂളിനോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾക്കോ എന്തെങ്കിലും ചെറിയ മിനുക്ക് പണികളോ മറ്റു ആവശ്യങ്ങൾക്കോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയിട്ട് ചെറിയ സംഭാവനയായിട്ട് സ്വീകരിക്കാം. അതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ. ഇതൊരു ആൾട്ടോ കാർ പാർക്ക് ചെയ്യാൻ 400 രൂപ എന്ന് രാജേഷ് പറയുന്നത് കേട്ടു. അവസാനം കൃത്യമായി ഇടപെട്ടു, അതിൽ നടപടി വരും എന്ന് കണ്ടപ്പോ ഈ വാങ്ങിയ പണം മുഴുവൻ അതിന്റെ ആൾക്കാർക്ക് രസീത് കൊണ്ടുവന്നവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അത് ആദ്യത്തെ ഒരു കേസാണ്. അതായത് കൃത്യമായ ഇടപെടൽ. VV രാജേഷ് അധികം ഒച്ചമ്പിളി നായാട്ടൊന്നുമില്ല, കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ട വിധത്തിൽ നടപ്പിലാക്കുമെന്ന് കാണുമ്പോൾ തിരുത്തേണ്ടത് തിരുത്തുന്നു. അതായത് വലിയ കൊള്ള, ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിക്കാനുള്ള നീക്കം ഒരൊറ്റ നീക്കത്തിലൂടെ അവസാനിപ്പിച്ചു. അത് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയൊരു മാതൃക കാണിച്ചത്, സാധാരണഗതിയിൽ ഒരു ഭരണസമിതി ഇറങ്ങിപ്പോയാൽ അവർക്ക് പറ്റാത്ത ഒരു ഭരണസമിതിയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷം ആയിരുന്നവരാണ് കയറി വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എതിരാളികളാണ് ഭരണത്തിൽ കയറി വരുന്നതെന്നുണ്ടെങ്കിൽ, സാധാരണ ചെയ്യല് ആദ്യത്തെ ഭരണസമിതി ചെയ്തു വെച്ചിട്ടുള്ള ആ ഭരണമൊക്കെ കുളമാക്കുക, അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ നശിപ്പിക്കുക, പിന്നെ അവർ എന്തെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനെ ഇരപ്പാക്കുക, അങ്ങനെ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്നുള്ളവർ അങ്ങോട്ട് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെയ്യലാണ്. എന്നാൽ VV രാജേഷ് അതിനൊന്നും മറച്ചിട്ടു. കഴിഞ്ഞ തവണ അവിടെ പൊങ്കാല കഴിഞ്ഞ ശേഷം പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണങ്ങൾക്ക് വേണ്ടി അവിടെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ഇഷ്ടിക ചെലവാക്കാം, അതിനുവേണ്ടി ഉപയോഗിക്കാം എന്നുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ തീരുമാനം അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു. അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു തീരുമാനമാണ്. ആ തീരുമാനം തുടരാം എന്ന് തീരുമാനിച്ചു. കാരണം ഇവിടെ കുറെ ഇഷ്ടികൾ വന്നിട്ടുണ്ട്, എത്രത്തോളം ഇഷ്ടികയുണ്ട്. ആ ഇഷ്ടികൾ അത്തരത്തിലുള്ള സാധുക്കളുടെ വീട് നിർമ്മാണത്തിന് അതിന്റെ ഉള്ളിൽ ഇഷ്ടിക ആവശ്യമുള്ള ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിലൊക്കെ കൊടുത്ത് സഹായിച്ചേക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കാം. ആ പദ്ധതി തുടരാമെന്ന് തീരുമാനിച്ചപ്പോൾ അതൊരു മാതൃകയാണ്. അതിന്മേ പിടിച്ചുകൊണ്ട് CPM നേതൃത്വം കണ്ടോ, ആര്യ രാജേന്ദ്രനും CPM ആയിരുന്നു ശരിയെന്ന് രാജേഷ് വരെ സമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല, അങ്ങനെയല്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പിണറായി സർക്കാർ തുടങ്ങി വെച്ചിട്ടുള്ള കുറെ പദ്ധതികളുണ്ട്. ഇപ്പോൾ മലയോര ഹൈവേ, അതുപോലെ വയനാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന തുരങ്കം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ തുടങ്ങി വെക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ നിർത്തിവെക്കലല്ല ഏത് സർക്കാർ അധികാരത്തിൽ നിന്നാലും ചെയ്യേണ്ടത്. നല്ല പദ്ധതികളാണ്, ജനോപകാരപ്രദ പദ്ധതികളാണെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കണം. ഇനി അഥവാ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ, നിലവിലുള്ള പദ്ധതി കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറ്റി അതിന് പരിഹാരം കണ്ടെത്തിയിട്ട് അത് പൂർത്തിയാക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സാധാരണ ഇവിടെ അങ്ങനെയല്ല കണ്ടുവരുന്നത്. പക്ഷെ അതിന് വിഭിന്നമായിട്ട് ഇവിടെ VV രാജേഷ് ചെയ്തത് ഒരു ഇഷ്ടികന്റെ കാര്യമായാലും അത് ആ രീതിയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ച ഒരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നല്ലതായിട്ട് അംഗീകരിക്കുക, ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വടക്കായിട്ട് കാണാം. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. കാരണം ഒരു മേയർ എന്താണ് എന്ന് മനസ്സിലായി. ഒരു പൊങ്കാല എങ്ങനെ മറ്റുള്ളവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും എത്ര സുരക്ഷിതമായി, എത്ര മനോഹരമായി അത് നടത്താമെന്നും അതെങ്ങനെ അത് അവസാനിപ്പിക്കാമെന്നും മേയർ VV രാജേഷ് കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ഭരണാധികാരികൾ പ്രവർത്തിക്കേണ്ടത്, അത് ആര് തന്നെ ആയിരുന്നാലും. പക്ഷെ ഇതുകൊണ്ട് മറ്റു ചിലരൊക്കെ ആപത്ത് മണക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം കിട്ടിയപ്പോൾ അവിടുത്തെ ഭരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വിധമാണ്. അത്ര മനോഹരമായിട്ടാണ്, ആരും പിണക്കുന്നില്ല, എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രമം ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ ഒരുപക്ഷെ മണ്ഡലങ്ങളിലും നടക്കും എന്ന് അവർ ആഗ്രഹിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ 2020 കിഴക്കമ്പലത്ത് പഞ്ചായത്തിൽ പിടിച്ചിട്ട്, അതെന്തോ ബാക്കിയുള്ള കഥകൾ എങ്ങനെയാലും പോട്ടെ, 2020 പിടിച്ച ശേഷം അവിടെയുള്ള പ്രവർത്തനങ്ങളും ആ വളർച്ചയും വീടുകളും റോഡുകളും ഒക്കെ കണ്ടിട്ട് സമീപ പഞ്ചായത്തുകൾ വളരെ പെട്ടെന്ന് തന്നെ 2020 കൊടുത്ത കഥ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്തിന്റെ മാത്രം ആ കോർപ്പറേഷന്റെ മാത്രം ഒരു മേയർ വിചാരിച്ചപ്പോ ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഭരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അധികാരമുള്ള മറ്റുള്ളവർ അവർക്ക് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ മണ്ഡലം എങ്ങനെയായിരിക്കും എന്ന് ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാലോ? ആ ഒരു ഭയമാണ് ഇപ്പോൾ മറ്റുള്ളവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് നാറിയ കളിയും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കാം. Different angles. Don't forget to subscribe and support this channel.